ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അറസ്റ്റിലായ മാവോവാദി നേതാവ് CP മൊയ്തീനെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കേളകം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാക്കൂട്ടം ചുരം പാതയിലെ റോഡ് തകർന്നു. ഇതുവഴിയുള്ള യാത്ര ദുഷ്കരം. കണിച്ചാർ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിപ്പിച്ചതോടെയാണ് ക്യാമ്പിലുള്ള 26 കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങിയത്. എടക്കാനം ഇനി കീഴൂർ വില്ലേജിൽ പായം വില്ലേജിന്റെ അധീനതയിലുള്ള എടക്കാനം പ്രദേശം ഇനി കീഴൂർ വില്ലേജിന്റെ ഭാഗം. വാർത്തകൾ വിശദമായി. മാക്കൂട്ടം റോഡ് തകർന്നു. ഇതുവഴിയുള്ള യാത്ര ദുഷ്കരം. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലാണ് വലിയ കുഴികൾ രൂപപ്പെട്ടത്. കൂട്ടുപുഴ കഴിഞ്ഞ് മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുൻപേ തന്നെ റോഡിൽ പലയിടങ്ങളിലായി ഗട്ടറുകളാണ്. അന്തർ സംസ്ഥാന പാതയുടെ ഭാഗമായ മാക്കൂട്ടം ചുരംപാതയിലാണ് റോഡിൽ കുഴികൾ രൂപപ്പെട്ടത്. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലാണ് വലിയ കുഴികളുള്ളത്. കൂട്ടുപുഴ കഴിഞ്ഞ് മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുൻപേ തന്നെ റോഡിൽ പലയിടങ്ങളിലായി ഗട്ടറുകളാണ്. ഇരുചക്ര വാഹനങ്ങളും കാറുകളും ഉൾപ്പെടെ ഏറെ പ്രയാസത്തോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത്. വലിയ വാഹനങ്ങൾക്കും കുഴികൾ ബുദ്ധിമുട്ട് തന്നെയാണ്. കർണാടകത്തിന്റെ ഭാഗമായ ചുരം റോഡിൽ നിരവധി സ്ഥലങ്ങളിൽ വേറെയും കുഴികളുണ്ട്. നിരവധി അപകടങ്ങൾ ഈ പാതയിൽ ഉണ്ടായിട്ടുമുണ്ട്. റോഡിൽ ഗട്ടറുകൾ കൂടി രൂപപ്പെട്ടതോടെ അപകടങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. കർണാടകത്തിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന ഒരു പ്രധാന പാത കൂടിയാണിത്. ഇതോടൊപ്പം തന്നെ ബംഗളൂരു, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ദീർഘദൂര ബസ്സുകളും കേരളത്തിലേക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ ബംഗളൂരിൽ നിന്നും മൈസൂരിൽ നിന്നും കൊണ്ടുവരുന്ന വാഹനങ്ങളും ഇതുവഴി തന്നെയാണ് കടന്നുപോകുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് താൽക്കാലികമായെങ്കിലും കുഴികൾ അടയ്ക്കണമെന്നാണ് ഇതുവഴിയുള്ള യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. എടക്കാനം ഇനി കീഴൂർ വില്ലേജിൽ പായം വില്ലേജിന്റെ അധീനതയിലുള്ള 491.2704 ഹെക്ടർ പ്രദേശം കീഴൂർ വില്ലേജിന്റെ ഭാഗമാക്കി ഉത്തരവിറങ്ങി. ഇരട്ടി നഗരസഭയുടെ അധീനതയിലുള്ള എടക്കാനം പ്രദേശം പായം പഞ്ചായത്തിലെ പായം വില്ലേജിൽ ഉൾപ്പെടുത്തിയതിലൂടെ ഉണ്ടായ പ്രയാസങ്ങൾക്ക് പരിഹാരമായി. എടക്കാനം പ്രദേശത്തെ പൂർണ്ണമായും പായം വില്ലേജിൽ നിന്നും മാറ്റി കീഴൂർ വില്ലേജിൽ ലയിപ്പിച്ചുകൊണ്ടുള്ള നടപടിക്ക് ഗവർണറുടെ അംഗീകാരം ലഭിച്ചതോടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി. ഇതോടെ പായം വില്ലേജിന്റെ അധീനതയിലുള്ള 491.2704 ഹെക്ടർ പ്രദേശം പുതുതായി കീഴൂർ വില്ലേജിന്റെ ഭാഗമാകും. പുനർക്രമീകരണത്തിന് ശേഷം കീഴൂർ വില്ലേജിന്റെ ആകെ വിസ്തീർണം 2555.5572 ഹെക്ടറായും പായം വില്ലേജിന്റെ വിസ്തീർണം 2618.4872 ഹെക്ടറായും നിജപ്പെടുത്തി. 1 മുതൽ 84 വരെയുള്ള സർവേ നമ്പറുള്ള എടക്കാനത്തെ ഭൂപ്രദേശമാണ് കീഴൂർ വില്ലേജിൽ ലയിക്കുക. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. മണ്ണിടിച്ചിൽ ഭീഷണിയിൽ പായം പഞ്ചായത്തിലെ വിളമനയിലെ 4 കുടുംബങ്ങൾ. കനത്ത മഴ പെയ്താൽ വീട്ടിനുള്ളിൽ ഭീതിയോടെ കഴിയേണ്ടി വരുന്നവരാണ് വിളമനയിലെ 4 കുടുംബങ്ങൾ. ദിവസങ്ങളോളം വീട്ടിൽ നിന്നും മാറി നിന്ന കുടുംബങ്ങൾ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ഭീതി ഒഴിയുന്നില്ല. മാടത്തിൽ വിളമന റൂട്ടിൽ റോഡിനോട് ചേർന്നുള്ള കുന്ന് വൻതോതിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞതോടെയാണ് വീട്ടുകാർ മാറി താമസിച്ചത്. മഴയൽപ്പം മാറി നിന്നതോടെ വീണ്ടും വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും മണ്ണിടിച്ചൽ തുടരുകയാണ്. കുന്നത്തോട് ബിജു, പാനേരി അഷറഫ് എന്നിവരുടെ വീടുകൾക്കാണ് കൂടുതലും ഭീഷണി. സമീപത്തെ മറ്റ് 2 വീട്ടുകാരും ഭീതിയോടെയാണ് കഴിയുന്നത്. റോഡിനോട് ചേർന്നുള്ള കുന്ന് മഴയ്ക്ക് മുൻപ് സ്ഥലമുടമ നികത്താനായി മണ്ണെടുത്തതോടെയാണ് മണ്ണിടിച്ചൽ ഉണ്ടായതത്രേ. മഴയുടെ ആരംഭത്തിൽ ഇടിച്ചൽ ചെറിയ തോതിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ 30 മീറ്ററിലധികം കുന്ന് ഇടിഞ്ഞു താഴ്ന്നു. റബ്ബർ മരങ്ങൾ നിൽക്കുന്ന കുന്നിൽ നിന്നും ചെറിയ കാറ്റിൽ പോലും മരങ്ങൾ നിലംപൊത്തുകയാണ്. കുന്നിൽ നിന്നും നിലക്കാതെ നീരുറവയുമുണ്ട്. 10ഓളം റബ്ബർ മരങ്ങൾ നിലംപൊത്തി കഴിഞ്ഞു. ഏതു നിമിഷവും നിലംപൊത്താറാവുന്ന നിരവധി റബ്ബർ മരങ്ങളും ചെരിഞ്ഞു നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കാറ്റിൽ റോഡിലേക്ക് മറിഞ്ഞു വീണ മരം വാഹനങ്ങൾക്ക് അപകടക്കെണി ഒരുക്കുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിന് മുൻവശത്തെ മലയോര ഹൈവേയിലാണ് കാറ്റിൽ വീണതും മുറിച്ചു മാറ്റിയതുമായ മരം വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. കാറ്റിൽ റോഡിലേക്ക് മറിഞ്ഞു വീണ മരം വാഹനങ്ങൾക്ക് അപകടക്കെണി ഒരുക്കുന്നു. കൊട്ടിയൂർ ക്ഷേത്രത്തിന് മുൻവശത്തെ മലയോര ഹൈവേയിലാണ് കാറ്റിൽ വീണതും മുറിച്ചുമാറ്റിയതുമായ മരം വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. ശക്തമായ കാറ്റിൽ കടപുഴകി മരം റോഡിലേക്ക് വീണതിനെ തുടർന്ന് മുറിച്ചു മാറ്റിയിരുന്നു. എന്നാൽ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന മരത്തിന്റെ ഭാഗമാണ് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഒരുക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിന് മുൻവശത്തെ മലയോര ഹൈവേയിലാണ് അപകടം പതിയിരിക്കുന്നത്. റോഡിലേക്ക് വീണ മരത്തിന്റെ കുറച്ചുഭാഗം
വെട്ടിമാറ്റിയിരുന്നുവെങ്കിലും ബാക്കിയുള്ള ഭാഗം അതേപടി നിലനിർത്തിയതാണ് അപകടക്കെണിയായത്. റോഡിലേക്ക് മരത്തിന്റെ ഒരു ഭാഗം തള്ളി നിൽക്കുന്നത് കാരണം രാത്രി വരുന്ന വാഹനങ്ങൾക്കാണ് കൂടുതൽ ഭീഷണി. കൂടാതെ മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടത് കാരണം ഓവുചാലിലൂടെ ഒഴുകേണ്ട വെള്ളം റോഡിലൂടെയാണ് ഒഴുകുന്നത്. അടിയന്തരമായി അപകടക്കെണിയിൽ നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും വാഹന ഉടമകളുടെയും ആവശ്യം. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരട്ടിയിൽ വ്യാപാരികളുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ടീം രൂപീകരിച്ചു. ഇരട്ടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് റെസ്ക്യൂ ടീം രൂപീകരിച്ചത്. ഇരട്ടി ടൗണിൽ എന്തെങ്കിലും അത്യാഹിത സംഭവങ്ങൾ ഉണ്ടായാൽ ആവശ്യഘട്ടങ്ങളിൽ എളുപ്പം എത്തിച്ചേരാൻ കഴിയുന്ന ആളുകളെ ഉൾപ്പെടുത്തിയാണ് ഇരട്ടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസ്ക്യൂ ടീം രൂപീകരിച്ചത്. ഇരട്ടി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന രൂപീകരണ യോഗത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അയ്യൂബ് പൊയിലിയൻ അധ്യക്ഷത വഹിച്ചു. ഇരട്ടി ഫയർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അശോകൻ, ഷാനിഫ്, രാഹുൽ, മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ജോസഫ് വർഗീസ് എന്നിവർ സംസാരിച്ചു. ക്ലാസ് വേണ്ടി വരും, അതിന് പ്രാക്ടിക്കൽ വേണ്ടി വരും. അത് ഞങ്ങൾ വേറെ ഒരു ദിവസം നിങ്ങൾ അറിയിക്കുന്ന ദിവസം ഞങ്ങൾ നൽകുന്നതായിരിക്കും. പിന്നെ വയനാട് ദുരന്തത്തിൽ നിങ്ങൾ അവിടുന്ന് പോയി വർക്ക് ചെയ്ത ആൾക്കാർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അവിടെ ദുരന്തമുണ്ടായതിൻ്റെ രാവിലെ തന്നെ എത്തിയ ടീമിൽപ്പെട്ടവരാണ് ഞങ്ങൾ 3 പേരും. അവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കാലെടുത്ത് വെക്കുന്നത് മുട്ടിന് മേലെ ചെടിയായിരുന്നു. കിണറേതാണെന്ന്, കുഴിയേതാണ്, വീടേതാണെന്ന് പുഴയേതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിച്ചത്. ഞങ്ങൾ ഒരു വടി കുത്തിയിട്ട് മുന്നോട്ട് പിടിച്ച് വടി കുത്തി പിടിച്ചിട്ടാണ് കിണറോ കുഴിയോ മറ്റുള്ള അങ്ങനെയുണ്ടെങ്കിൽ അപകടം ഉണ്ടോയെന്ന് ഓരോ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ജോലി ചെയ്തത്. ഞങ്ങൾക്ക് വളരെയേറെ പേരെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾ റോപ്പ് റെസ്ക്യൂ നടത്തി കുറേ ആളെ രക്ഷിച്ചു. പിന്നെ പാലമുണ്ടാക്കി. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ലേഡർ ഉപയോഗിച്ച് പാലമുണ്ടാക്കി ഏകദേശം 500 ആൾക്കാർക്ക് മേലെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഫിറോസ് മുരിക്കഞ്ചേരിയെ ക്യാപ്റ്റനായും സന്തോഷ് ചൈതന്യയെ വൈസ് ക്യാപ്റ്റനായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. സ്വകാര്യ ബസ്സിൽ നിന്നും ടിക്കറ്റ് മെഷീനും പണമടങ്ങിയ ബാഗും മോഷ്ടിക്കുന്നത് CCTVയിൽ കുടുങ്ങി. ഇരട്ടി ചെറുപുഴ റൂട്ടിലോടുന്ന ആനന്ദ് ബസ്സിൽ നിന്നാണ് മോഷണം നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ 11:30 സംഭവം. ചെറുപുഴയിൽ നിന്നും ഇരട്ടിയിലെത്തിയ ആനന്ദ് ബസ് തിരിച്ച് ചെറുപുഴയിലേക്ക് പോകുവാൻ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടതിനിടയിലാണ് മോഷണം നടക്കുന്നത്. കണ്ടക്ടർ പുറകുവശത്തെ ഡോറിന് സമീപത്തെ സീറ്റിന് പുറകുവശത്തായി ടിക്കറ്റ് മെഷീനും ചില്ലറകൾ അടങ്ങിയ ബാഗും വെച്ച് പുറത്തുപോയ സമയത്താണ് മോഷണം നടന്നത്. ബസ് ഇരട്ടിപ്പാലത്തിന് സമീപത്തെത്തിയപ്പോഴാണ് മിഷൻ കാണാത്തത് കണ്ടക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പുറകുവശത്തെ സീറ്റിലിരുന്നയാൾ മിഷനും ചില്ലറയടങ്ങിയ ബാഗും എടുത്ത് കടന്നു കളയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ബസ് ഉടമ ഇരട്ടി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വയനാടിന് കൈത്താങ്ങാവാൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പേരാവൂർ ഡിവിഷൻ കമ്മിറ്റി കാരുണ്യയാത്ര നടത്തി. പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വയനാടിനൊരു കൈത്താങ്ങായി പേരാവൂരിലെ CITU ഓട്ടോ തൊഴിലാളികൾ കാരുണ്യയാത്ര നടത്തി. ഇന്ന് സർവീസ് നടത്തി കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പേരാവൂർ ഡിവിഷൻ കമ്മിറ്റി കാരുണ്യയാത്ര നടത്തിയത്. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാൽ കാരുണ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മുഴുവൻ തൊഴിലാളികളും ഇന്ന് ഒരു ദിവസത്തെ യാത്രയുടെ കിട്ടുന്ന തുക സമാഹരിച്ച് ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള വയനാട്ടിലെ അശരണരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, വലിയ ദുരന്തമാണ് നമ്മുടെ വയനാട് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ലോകത്തിൽ തന്നെ, നമ്മുടെ ഇന്ത്യയിൽ ചരിത്രത്തിൽ തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ആയിരക്കണക്കിനായിട്ടുള്ള ആളുകൾ വീടും ഭൂമിയും അതോടൊപ്പം തന്നെ സർവ്വതും നഷ്ടപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. CPM പേരാവൂർ ലോക്കൽ സെക്രട്ടറി KA രജീഷ്, CITU ഡിവിഷൻ പ്രസിഡന്റ് KJ ജോയ്ക്കുട്ടി, സെക്രട്ടറി പ്രകാശൻ, CITU പേരാവൂർ ഏരിയ സെക്രട്ടറി PV പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പേരാവൂർ ഡിവിഷനിലുള്ള എല്ലാ യൂണിറ്റിലെയും
ഓട്ടോറിക്ഷ യൂണിയൻ്റെ CITയുമായി ബന്ധപ്പെട്ട ഓട്ടോറിക്ഷ യൂണിയൻ ഇന്ന് സൗജന്യ യാത്ര നടത്തുന്നത് എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്കും മാതൃകയായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തിയായി പെയ്ത മഴയിൽ പേരാവൂർ പുതിയ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നടപ്പാതയ്ക്ക് സമീപം ഉണ്ടായ ഗർത്തം അടിയന്തര പ്രാധാന്യത്തോടെ പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. അപ്പോൾ പേരാവൂർ ടൗണിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന സൈഡിൽ നമ്മുടെ ഫാമിലി വസ്ത്രാലയത്തിൻ്റെ ഭാഗത്തായിട്ട് നമ്മുടെ അവിടെ ഒരു ഗർത്തം കഴിഞ്ഞ തുടർച്ചയായി പെയ്യുന്ന മഴയുടെ ഭാഗമായി രൂപപ്പെടുകയുണ്ടായി. അത് വളരെ അടിയന്തര പരിഗണനയോടെ നമ്മളത് അതിൻ്റെ വാൾ ഉൾപ്പെടെ നിർമ്മിച്ച് പുതിയ സ്ലാബ് അടക്കം ഇടാൻ വേണ്ടി അടിയന്തരമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാകുകയും വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ അടിയന്തര നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ രൂപപ്പെട്ട ഗർത്തം വളരെ പ്രയാസകരമാണ്. യാത്രക്കാർ വളരെ ശ്രദ്ധയോടുകൂടി ആ ഭാഗത്തുകൂടി നടന്നു പോകുമെന്ന് ശ്രദ്ധിക്കണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയാം. പൂളക്കുട്ടി സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കൈത്താങ്ങ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം ബാങ്ക് പ്രസിഡന്റ് സണ്ണി സിറീഖ് പൊട്ടെങ്കൽ നിർവഹിച്ചു. കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്കാണ് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കൈത്താങ്ങായി ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി ബാങ്കിന്റെ ഭക്ഷ്യക്കിറ്റുകൾ. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സണ്ണി സിറിയക് പൊട്ടങ്കൽ ഉദ്ഘാടനം ചെയ്തു. ഇവർക്ക് എന്താണ് ആവശ്യങ്ങൾക്ക് ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെ ആവശ്യം, ഒരു സഹകരണ പ്രസ്ഥാനത്തിന് എന്താണ് ഒരു സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുന്നത്, അതിൻ്റെ എന്താ ചെയ്യേണ്ട സമയം വരുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യണം എന്നൊരാഗ്രഹം ഞങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു 1-2 മാസം മുമ്പ് അദ്ദേഹത്തിന് നിങ്ങളുടെ നാടിനോടൊരു ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് എന്നോട് ചോദിക്കുന്നത്, പ്രസിഡന്റ് എനിക്ക് ഈ CSR ഫണ്ട് നിങ്ങളുടെ ബാങ്കിന് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിനും കൂടെ എന്തെങ്കിലുമൊക്കെ ഉള്ള സഹായങ്ങൾ CSR ഫണ്ടിൽ നിന്ന് തന്ന് സഹായിക്കണം. ആ സഹായം ശരിക്കും സർവീസ് സഹകരണ ബാങ്കുകൾക്ക് CSR ഫണ്ട് എന്ന് ഒരു സംഭവം ഇല്ല. അത് ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു. സെക്രട്ടറിയും പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ഫണ്ടില്ല, നമ്മുടെ ഫണ്ട് പൊതുനന്മ ഫണ്ട്, അതിനൊരു നിശ്ചിത തുകയാണ് ഞങ്ങൾ പൊതുനന്മ ഫണ്ട്, ചെറിയൊരു പെർസെൻറ്റേജാണ് ഞങ്ങൾക്ക് അത് വെക്കുക. അപ്പോൾ അതിന് ഒട്ടനവധി ആവശ്യങ്ങൾ ഞങ്ങളെ സമീപിക്കുന്നവരുണ്ട്, ഇതെല്ലാം. പക്ഷേ അന്നേരമാണ് നമ്മുടെ ഈ ഉരുൾപൊട്ടലും നമ്മുടെ ചൂരൽമലയും അതുപോലെ വെലങ്ങാട്, അങ്ങനെ മൊത്തം നമ്മുടെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ഉരുൾപൊട്ടൽ, ചൂരൽമലയെപ്പറ്റി നമ്മൾ കേൾക്കുന്നു, വെലങ്ങാട് അതിനേക്കാളും പ്രതിസന്ധിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും സഹായമില്ല. ഏറ്റവും ആദ്യം നമുക്ക് ഏറ്റവും അടുത്തുള്ള ഇത് സുരക്ഷിതത്തിൻ്റെ ഭാഗമായി ഇവിടെ നിങ്ങളെ മാറ്റി പാർപ്പിക്കുന്ന പഞ്ചായത്തും ഇവിടുത്തെ ആളുകളും അതിൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ ഭരണസമിതിയും ഇതിലെ രാഷ്ട്രീയ പാർട്ടീൻ്റെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകൾക്ക് മുൻകരുതൽ എന്ന രീതിയിലാണ് നിങ്ങളിവിടെ സുരക്ഷിതത്വം. അപ്പോൾ ആ സുരക്ഷിതത്തിൻ്റെ ഭാഗമായി നിങ്ങളിവിടെ ഏൽപ്പിക്കുമ്പോൾ ഇവിടെ തരാൻ സഹായിച്ച നമ്മുടെ പള്ളി, അതിനോട് ചെയ്യുന്ന ഗവൺമെൻറ് സിസ്റ്റേഴ്സ്, ഇവരൊക്കെ നിങ്ങളുടെ സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് അവരിവിടെ ചെലവഴിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് ചെറിയതായ പങ്കുചേരൽ, നിങ്ങളെല്ലാം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു 2 ആഴ്ചത്തേക്കെങ്കിലുമുള്ള ഒരു ഭക്ഷണ സാധനം, നിങ്ങൾക്ക് ഒരാഴ്ചയായി ഇവിടെ ജോലിയില്ലാതെ എല്ലാവരും ഇവിടെ കിടന്നുറങ്ങുന്നു, പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് എപ്പോഴും നമ്മുടെ ഭവനങ്ങളിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ നിങ്ങൾ വെറും കൈയോടെ പോകാതെ ഞങ്ങൾ ഭരണസമിതി പ്രസിഡൻറ്റും ഭരണസമിതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സെക്രട്ടറി, ജീവനക്കാർ എല്ലാവരും കൂടെ ആലോചിച്ച് എത്രയും പെട്ടെന്ന് ഇവരിവിടുന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തെപ്പറ്റി നമുക്കറിയത്തില്ല, എന്നാൽ പോലും ഒരു ദിവസം താമസിക്കാതെ ഒരു 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളെങ്കിലും ഇവരെ എത്തിച്ചു കൊടുക്കുക എന്ന് മനസ്സിൽ കരുതി ഞാനും സെക്രട്ടറി ജോജോയും ഇന്നലെ ഇവിടെ വരികയും ആ രാത്രി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് വാർഡ് മെമ്പർ ഷോജറ്റ് ചന്ദ്രൻകുന്നേൽ, വില്ലേജ് അസിസ്റ്റന്റ് മുകേഷ് ആന്റണി, ബാങ്ക് സെക്രട്ടറി ജോജോ ജോസഫ്, ഡയറക്ടർമാരായ മാർട്ടിൻ തോമസ്, KC സണ്ണി എന്നിവരും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. അറസ്റ്റിലായ മാവോവാദി നേതാവ് CP മൊയ്തീനെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കേളകം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആലപ്പുഴയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം CP മൊയ്തീനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ മാവോവാദി നേതാവ് CP മൊയ്തീനെ
അമ്പായത്തോടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച ആലപ്പുഴയിൽ നിന്നാണ് ഭീകരവിരുദ്ധ സ്ക്വാഡ് മൊയ്തീനെ അറസ്റ്റ് ചെയ്യുന്നത്. മാവോവാദി നേതാവ് CP മൊയ്തീനെ കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അമ്പായത്തോട്, മേലെ പാൽച്ചുരം, താഴെ പാൽച്ചുരം, രാമച്ചി എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. താഴെയല്ല ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ്. പട്ടി വളർപ്പോൾ നിങ്ങളല്ല പറഞ്ഞു എന്തിനാ പട്ടി വളർത്തുന്നത്? ഞങ്ങളെ പേടിച്ചു പോയിട്ട്. ജോസ് വന്നിട്ട് ഇഷ്ടപ്രാവശ്യം ചേച്ചല്ലേ ഒന്നോ പുള്ളിയുടെ ഒന്നുമില്ല, തോക്കൊന്നും ഒരു വേറെ നിങ്ങളല്ലേ പൊക്കം പറഞ്ഞു അവരുടെ ഇഷ്ടമായിട്ട് പുള്ളിയുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ പുള്ളിയുടെ കൈയൊന്നും ആദ്യം മനസ്സിലായില്ല. എനിക്ക് പുറത്തിറങ്ങി എനിക്ക് പുള്ളി ഇങ്ങനെ ഫാനിൽ കൈയിട്ട്, അപ്പോൾ എനിക്ക് തോന്നി പുള്ളി കയ്യിൽ. എൻ്റെ പേര് ജോസ്. ജോസ് ഒന്നല്ലേ, കുളങ്ങര. കയ്യില്ലാതെ ശ്രദ്ധിച്ചായിരുന്നു? ശ്രദ്ധിച്ചു. ആന്റിനകത്ത് തന്നെ കൈയിട്ടിരിക്കുന്നു, പുറത്തേക്ക് എടുത്തിട്ടേ ഇല്ല. പുള്ളി കുറേ പുറത്താണ് പോണത്. പുള്ളി കേരളത്തിലെല്ലാം അറിയാവുന്ന ആൾക്കാർ എല്ലാ കാര്യം ഇങ്ങോട്ട് വരുന്നത്. പുള്ളി കേരളത്തിലെല്ലാം ഒരുപാട് പേരുടെ കാര്യം ഞങ്ങളോട് പറഞ്ഞു, അറിയാവുന്ന ആൾക്കാർ. കേരളത്തിലെ ഒത്തിരി പേരുടെ പേര് പറഞ്ഞു. ഇപ്പൊ ഒത്തിരി കൊല്ലമായി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് 2-3 കൊല്ലം. നിങ്ങൾ വന്നപ്പോൾ പിന്നെ ആരും വന്നിട്ടില്ല അവിടെ. 2018 18 നിങ്ങൾ വന്നപ്പോൾ വന്നിട്ടില്ല. അറിയോ? ഒരു പേരറിയോ? എനിക്കറിയില്ല. അല്ലേ 2019 അല്ലേ? 19 ഇവരല്ലേ? പറഞ്ഞുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? ആ അത് ശരി. നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മാമ്മയെ കണ്ടെന്ന് പറയല്ലേ ഇപ്പം? ശരിക്കും ഓർമ്മയുണ്ടെങ്കിൽ സംഭവം പറയാം. ഭക്ഷണം വെച്ചതോ? എറണാകുളത്ത് നിന്നും കനത്ത സുരക്ഷയിൽ ചൊവ്വാഴ്ച 11:30യോടെയാണ് കൊട്ടിയൂർ അമ്പായത്തോടിലെത്തിച്ചത്. CP മൊയ്തീൻ ഉൾപ്പെടെയുള്ള മാവോവാദികൾക്കെതിരെ കേളകം പോലീസ് സ്റ്റേഷനിൽ നിരവധി കേസുകളുണ്ട്. ഇതിൽ ATS അന്വേഷിക്കുന്ന കേസുകളിലാണ് തെളിവെടുപ്പ് ഉണ്ടായത്. അമ്പായത്തോട് പോസ്റ്റർ പതിച്ച കേസിലും കേളകം പഞ്ചായത്ത് അംഗം സജീവൻ പാലുമിയെ രാമച്ചിയിലെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിലുമാണ് CP മൊയ്തീനെ കേളകത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. പഞ്ചായത്ത് അംഗം സജീവൻ പാലുമിയെ രാമച്ചിയിലെ വീട്ടിലെത്തി ആക്രമിച്ച മാവോവാദി സംഘത്തിൽ മൊയ്തീനും ഉൾപ്പെട്ടിരുന്നു. താഴെപ്പാൽച്ചരം കോളനികളിലും വിവിധ വീടുകളിലും മൊയ്തീൻ എത്തിയ സംഭവത്തിന്റെ സാഹചര്യത്തിലായിരുന്നു തെളിവെടുപ്പ്. ATSന്റെ കസ്റ്റഡിയിൽ കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ചൊവ്വാഴ്ച 2:30യോടെ അന്വേഷണ സംഘം പ്രതിയുമായി എറണാകുളത്തേക്ക് മടങ്ങി. തണ്ടർബോൾട്ട് സേനയുടെ സുരക്ഷയിലെത്തിച്ച തെളിവെടുപ്പിന് കേളകം, കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനുകളിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കണ്ണൂർ രൂപത കനേഷ്യൽ സഭാംഗം ഫാദർ ശ്യാമിന്റെ നേതൃത്വത്തിൽ പൂളക്കുറ്റി സെന്റ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങൾക്ക് സഹായം നൽകി. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മഴക്കെടുതിയിൽ ദുരിതത്തിലായി പൂളക്കുറ്റി സെന്റ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്കാണ് കണ്ണൂർ രൂപത കനേഷ്യൽ സഭാ അംഗം ഫാദർ ശ്യാമിൻ്റെയും ഫാദർ ഫ്രാൻസിസ്, ഫാദർ പ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെ 26ഓളം കുടുംബങ്ങൾക്ക് സഹായം നൽകിയത്. Pulakutti, the village, and where there are many people and who are affected by the floods, and in this situation, and we are truly grateful for the Street Providence from Sangolda, Goa. Mr. Donald had sponsored some food materials, and for that, and we are here as a representative, and we are truly grateful for them. And these are the people and who have beneficiaries of their charity work and from Street Providence, Goa. And thank you very much. And this is Mr. Anthony, the president of the Panchayat, and he will also just say a word of gratitude to Street Providence. സഹായ വിതരണം ഫാദർ ശ്യാമിൻ്റെ അധ്യക്ഷതയിൽ
കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ശ്യാമച്ചനും അച്ഛന്മാരും ചേർന്നിട്ടാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം ഇവിടെ തന്നത്. ഇവിടുത്തെ ക്യാമ്പ് വാസികൾക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം തന്നത്. ഞങ്ങൾക്ക് എല്ലാവരും ആ ഭക്ഷണം കഴിച്ചു. ഒപ്പം തന്നെ ഇന്ന് അവിടെ ഗോവയിലുള്ള ഒരു സ്ട്രീറ്റ് പ്രൊവിഡൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അവരുടെ ഫുഡ് മെറ്റീരിയൽസ് ഇവർക്ക് ക്യാമ്പിലെ അന്തേവാസികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അതും ഇന്ന് ഇവിടെ നൽകുകയാണ്. അപ്പോൾ നേരത്തെ ബാങ്കുകാർ അതുപോലെ തന്നെ ഫാദറിൻ്റെ നേതൃത്വത്തിലുള്ള ഫുഡ് മെറ്റീരിയൽസ് ഇതെല്ലാം കൂടി ആകുമ്പോൾ ആളുകൾക്ക് വലിയ രീതിയിലുള്ള സഹായമാണ് ചെയ്തു തന്നിട്ടുള്ളത്. അച്ഛൻ 2 തവണ ഇപ്പോൾ ക്യാമ്പ് ഇവിടെ സന്ദർശിച്ചു. അപ്പോൾ എന്താണ് പ്രത്യേകിച്ച് അച്ഛനും ഇത് തരുന്ന ഗോവയിലുള്ള സ്ട്രീറ്റ് പ്രൊവിഡൻസ് മിസ്റ്റർ ഡൊണാൾഡ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഒപ്പം ഇവിടെ അച്ഛൻ നമ്മുടെ നാട്ടുകാരനാണ്, അച്ഛനുണ്ട്. അച്ഛൻ ഇവിടെ വാർഡ് മെമ്പർ ഷോജർ ചന്ദ്രൻകുന്നേൽ, വില്ലേജ് അസിസ്റ്റന്റ് മുകേഷ് ആന്റണി, ഫാദർ ഫ്രാൻസിസ്, ഫാദർ പ്രകാശ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. പൂളക്കുറ്റി സെന്റ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിൽ പ്രവർത്തിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിപ്പിച്ചതോടെയാണ് ക്യാമ്പിലുള്ള 26 കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങിയത്. കനത്ത മഴയിൽ കണിച്ചാർ പഞ്ചായത്തിലെ 29 മൈൽ തലശ്ശേരി ബാവലി അന്തർ സംസ്ഥാന പാതയിലും സെമിനാരി വില്ല എസ്റ്റേറ്റിലും ഭൂമിയിൽ വിള്ളൽ രൂപപ്പെടുകയും വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിൽ നെല്ലാനിത്തോട് കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശാനുസരണം കണിച്ചാർ പഞ്ചായത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരാണ് ക്യാമ്പ് അവസാനിപ്പിച്ച് വീടുകളിലേക്ക് മടങ്ങിയത്. പൂളക്കുറ്റി, വെള്ളറ, സെമിനാരി വില്ല പ്രദേശങ്ങളിൽ നിന്നുള്ള 26 കുടുംബങ്ങളാണ് പൂളക്കുറ്റി സെന്റ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിൽ പ്രവർത്തിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങിയത്. ക്യാമ്പിലുള്ളവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ക്യാമ്പ് അവസാനിപ്പിച്ച് ക്യാമ്പിലുള്ളവരെ വീടുകളിലേക്ക് മടക്കിയത്. മഴ കുറഞ്ഞതോടെ പ്രദേശത്തെ ആളുകളുടെ ജീവിതം സാധാരണ രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ശക്തമായ മഴ പെയ്താൽ അതിനാവശ്യമായ മുൻകരുതലുകൾ ഉൾപ്പെടെ സ്വീകരിച്ചാണ് ക്യാമ്പിലുള്ളവരെ വീടുകളിലേക്ക് മടക്കിയത്. 26 കുടുംബങ്ങളായിരുന്നു പൂളക്കുറ്റി സെന്റ് മേരീസ് ദേവാലയ പാരിഷ് ഹാളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞത്. 20ഓളം പേർ ബന്ധുവീടുകളിലേക്കും മാറിയിരുന്നു. ഇന്ന് കലക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ ക്യാമ്പ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. ഇനി മഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് കാലാവസ്ഥയുടെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടാണ് ഈ ക്യാമ്പ് അവസാനിപ്പിക്കുന്നത്. 25 കുടുംബങ്ങളാണ് ഇവിടെ ഈ ക്യാമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ അത് 25 കുടുംബങ്ങൾ ക്യാമ്പിലും ഏതാണ്ട് 10-30ഓളം കുടുംബങ്ങൾ ക്യാമ്പിന് പുറത്തുമായിട്ട് താമസിക്കുകയാണ്. എന്താണെങ്കിലും ഭീതിയുടെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ KSTMയുടെ സയൻറ്റിസ്റ്റുകൾ ഇവിടെ വന്ന് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളൊന്നുമില്ല, നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ വിദഗ്ധ പരിശോധനകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ക്യാമ്പ് അവസാനിപ്പിക്കുന്നത്. ഈ ക്യാമ്പിൽ ഇവിടെ നാട്ടുകാരുടെയും ഒപ്പം തന്നെ വില്ലേജ് അധികാരികളാണ് ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോയത്. അവരുടെ പൂർണ്ണമായ സഹകരണമാണ്. വില്ലേജ് അസിസ്റ്റന്റുമാരായ മുകേഷ്, അതുപോലെ അരുണ്, സുപ്രിയ, അതുപോലെ നമ്മുടെ ST പ്രൊമോട്ടർമാർ, അതുപോലെ ഈ നാട്ടുകാരായ അനിൽ, അതേപോലെ ജിസ്, ബഷീർ തുടങ്ങിയ ജിൻസ്, അതുപോലെ ധാരാളം ആളുകൾ, ഇവരെല്ലാം പ്രിൻസ്, അതുപോലെ ധാരാളം ആളുകൾ ഇവിടെ ഈ സഹകരണത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ മുഴുവൻ ക്രമീകരിച്ചത്. ഷോജറ്റ് പൂർണ്ണമായി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം സഹകരിപ്പിച്ചുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടിക്കായി ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയ എല്ലാവരും, പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, മെമ്പർമാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടായി. നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടായി. മുതൽ ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ അവർ സ്വന്തമായി തന്നെയാണ് അവരുടെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയത്. ഒപ്പം തന്നെ ഇവിടെ അവരുടെ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ അവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകാതെ ഈ ക്യാമ്പ് അവസാനിപ്പിക്കാൻ ഞങ്ങൾ കഴിയുന്നു എന്നുള്ളത്. രാവിലത്തെ ഭക്ഷണത്തോടെ ക്യാമ്പ് അവസാനിക്കുകയാണ്. ഹൈവിഷൻ ന്യൂസ്, കേളകം. മാലിന്യമുക്ത നവകേരളം പേരാവൂർ പഞ്ചായത്ത് തല ശില്പശാല പേരാവൂർ റോബിൻസ് ഹാളിൽ വെച്ച് നടന്നു. പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യമുക്തം നവകേരളം 2ാം ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പേരാവൂർ പഞ്ചായത്ത് തല ശില്പശാല നടത്തി. റോബിൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇറങ്ങുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന നിരവധിയായ പ്രശ്നം, ഒട്ടേറെ മാറ്റം ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് നാളിതുവരെ ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധ്യമായിട്ടുണ്ട്.
എങ്കിലും നമുക്ക് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു മനോഭാവം, നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പൊതുവായി ഉള്ള ഒരു മനോഭാവം, നമ്മൾ എത്ര ശ്രമിച്ചു, കുറേയേറെ പ്രവർത്തനങ്ങൾ നടത്തി, വലിച്ചെറിയൽ മുക്ത വാർഡുകളായി നമ്മുടെ വാർഡുകളെ പ്രഖ്യാപിച്ചു, വലിച്ചെറിയ മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടു, ഒക്കെ പ്രഖ്യാപിച്ചെങ്കിലും നമ്മൾ വലിച്ചെറിയുന്നതിനെതിരായുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നടത്തി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വീണ്ടും പഴയ അവസ്ഥയിലേക്കാകുന്ന ഒരു പൂർവ്വസ്ഥിതിയിലാണ് നമ്മുടെ എല്ലാവരും കടന്നു പോകുന്നത്. ഇതൊക്കെ നമ്മുടെ മനോഭാവത്തിലുള്ള മാറ്റമാണ്, നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മനോഭാവത്തിലുള്ള ഒരു മാറ്റം. ആ മാറ്റത്തിനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് പൊതുസമൂഹമാകെ നടത്തേണ്ടത്. അത് വിവിധ തലങ്ങളിൽ, സ്കൂൾ തലങ്ങളിൽ, പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലായിടങ്ങളിലും നമുക്ക് ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനും ഇത് പൊതുസമൂഹത്തിലാകെ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിപ്പിക്കാനും ജനങ്ങളിലുള്ള മനോഭാവം മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഊന്നൽ കൂടി നൽകിയാൽ മാത്രമേ നമ്മുടെ ഈ മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തെ നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ, ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ തുടക്കം, രണ്ടാം ഘട്ടത്തിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഈ യോഗം ഇവിടെ ചേർത്തിട്ടുള്ളത്. ഇനിയും നിരവധിയായ യോഗങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ രണ്ടാം ഘട്ടത്തിൻ്റെ ഉത്തരവ് ഇറങ്ങാനിരിക്കുന്നതേയുള്ളൂ. ഇറങ്ങിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള യോഗങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ഉണ്ടാവും. അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യാരാഘവൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് ആന്റണി, റിജീന സിറാജ്, എം ശൈലജ, ബേബി സോജ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എ രജീഷ്, പഞ്ചായത്ത് സെക്രട്ടറി ബാബു തോമസ്, നിഷാദ് മണത്തണ, പി വി മുജീബ്, ദിവ്യാരാഘവൻ, എ കെ സൽമ, പി പി സിനി, കെ രേഷ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. കേരള വ്യാപാരി വ്യവസായ സമിതി ധനസഹായം വിതരണം ചെയ്തു. കനത്ത മഴയിൽ വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ച മാലൂരിലെ വ്യാപാരികൾക്ക് കേരള വ്യാപാരി വ്യവസായ സമിതി മാലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസഹായം നൽകി. സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയിൽ മാലൂർ സിറ്റിയിലും തൃക്കടാരിപ്പോയിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വ്യാപാരികൾക്ക് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ചെളിയും വെള്ളവും കയറി മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലെയും സാധന സാമഗ്രികൾ ഉൾപ്പെടെ നശിച്ചിരുന്നു. നാശനഷ്ടം സംഭവിച്ച 23 കടകൾക്കാണ് വ്യാപാര വ്യവസായ സമിതി മാലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കമ്മിറ്റി അനുവദിച്ച ഫണ്ട് വിതരണം ചെയ്തത്. ഫണ്ട് വിതരണം സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി സുഗണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഹമീദ് ഹാജി, ഏരിയ സെക്രട്ടറി പി പ്രമോദ്, പ്രസിഡന്റ് സുനിൽകുമാർ, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുള്ളോറ സുരേന്ദ്രൻ, പ്രസിഡന്റ് സി പ്രജീഷ്, ഇ മോഹനൻ, പുരുഷോത്തമൻ, ഇ രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ചരമം. ഇരിട്ടി മാടത്തിലെ ചെറുവാരി ഹൗസിൽ ദിജ ദിലീപ് അന്തരിച്ചു. 32 വയസ്സായിരുന്നു. വേണു വിലാസിനി ദമ്പതികളുടെ മകളാണ്. ഭർത്താവ് ദിലീപ്. മക്കൾ ദീൻ ദയാൽ, ധ്വനി, സഹോദരി ദിവ്യ. ചെങ്ങോം നെല്ലിക്കുന്നിലെ വലിയ പറമ്പിൽ വി ജെ തോമസ് അന്തരിച്ചു. 96 വയസ്സായിരുന്നു. ഭാര്യ പരേഥയായ ഏലമ്മ. മക്കൾ മാത്യു, മോളി, മേരി, ടോമി, സെബാസ്റ്റ്യൻ, ജോസ്, റോയി, ജോമോൻ, സിജി, ബേബി, പരേതനായ ജോണി. മരുമക്കൾ മേരി, ഡെയ്സി, സണ്ണി, അഗസ്റ്റിൻ, സിജി, ജേസമ്മ, ഷിനി, റോഷ്നി, കുസുമം, സജി, നിമ്മി. മണത്തണ മടപ്പുരശാലിലെ മയൂട്ടുമ്മൽ കൃഷ്ണൻ നായർ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഭാര്യ പരേഥയായ നാരായണി. മക്കൾ നാരായണൻ, രാഘവൻ, സുശീല, വത്സല. വിപണി. റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 231, പേരാവൂർ 235, കൊട്ടിയൂർ 232. റബ്ബർ ലോട്ട് ഇരിട്ടി 215, പേരാവൂർ 225, കൊട്ടിയൂർ 220. ഓട്ടുപാൻ ഇരിട്ടി 135, പേരാവൂർ 145, കൊട്ടിയൂർ 142. കുരുമുളക് ഇരിട്ടി 630, പേരാവൂർ 630, കൊട്ടിയൂർ 640. കോട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 320, കൊട്ടിയൂർ 320. പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6390, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അറസ്റ്റിലായ മാവോവാദി നേതാവ് CP മൊയ്തീനെ ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കേളകം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലെ വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മാക്കൂട്ടം ചുരം പാതയിലെ റോഡ് തകർന്നു. ഇതുവഴിയുള്ള യാത്ര ദുഷ്കരം. കണിച്ചാർ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പ് അവസാനിപ്പിച്ചതോടെയാണ് ക്യാമ്പിലുള്ള 26 കുടുംബങ്ങൾ വീടുകളിലേക്ക് മടങ്ങിയത്. എടക്കാനം ഇനി കീഴൂർ വില്ലേജിൽ പായം വില്ലേജിന്റെ അധീനതയിലുള്ള എടക്കാനം പ്രദേശം ഇനി കീഴൂർ വില്ലേജിന്റെ ഭാഗം. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.